കുടുംബത്തിലെ ഒരാൾ മതി ഒരു കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഒക്കെ തകരാൻ. അത്തരത്തിൽ ഒരു കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കണ്ണൂർ കൂത്തുപറമ്പ് നിവാസികൾ. ഒരു കുടുംബത്തിലെ 4 പേരുടെ ആത്മഹത്യയുടെ നടുക്കം മാറും മുൻപേ വീണ്ടും കണ്ണൂരിലെ കൂട്ട മരണ വാർത്ത നാട്ടുകാരെ ദുഃഖത്തിലാഴ്ത്തുകയാണ്. കൂത്തുപറമ്പ് നേർവേലിയിലാണ് ഇന്നലെ രാത്രിയോടെ ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്തത്. 20-കാരനായ കിഷൻ, അമ്മൂമ്മ റെജി, അമ്മൂമ്മയുടെ സഹോദരി റോജ എന്നിവരാണ് തൂങ്ങി മരിച്ചത്. വൈകിട്ട് 4 മണിയോടെയാണ് കിഷനെ വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയത്ത് അമ്മുമ്മയും സഹോദരിയും ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അയൽവാസികളാണ് ഇവരെ കിഷന്റെ മരണവിവരം അറിയിച്ചത്. ഏറെ വിഷമത്തിൽ കാണപ്പെട്ട ഇരുവരും വീടിനുള്ളിലേക്ക് കയറിപ്പോയി. കിഷനെ സുഹൃത്തുക്കൾ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കൊച്ചുമകന്റെ ചെയ്തിയിൽ മനോവിഷമം താങ്ങാനാകാതെ മുത്തശ്ശിയും സഹോദരിയും ജീവനൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അധികം വൈകാതെ ഇരുവരും വീടിന്റെ 2 മുറികളിലായി തൂങ്ങി മരിക്കുകയും ചെയ്തു. കിഷന്റെ മരണം ജനറൽ ആശുപത്രിയിൽ വെച്ച് സ്ഥിരീകരിച്ചു. ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് വീട്ടിലെത്തിയപ്പോഴാണ് മുത്തശ്ശിയും സഹോദരിയും മരിച്ച വിവരം അറിയുന്നത്. സുനിൽ, നിമിഷ ദമ്പതികളുടെ മകനാണ് മരിച്ച കിഷൻ. മുത്തശ്ശിയുടെ വീട്ടിൽ ഇടയ്ക്കിടെ കിഷൻ വരാറുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം കൂട്ടുകാരുമൊത്ത് എത്തിയതാണ്. പിന്നാലെ ആത്മഹത്യയും ചെയ്തു. മരിച്ച കിഷൻ ഒരു പോക്സോ കേസ് പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട മാനസിക വിഷമമാണ് യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കണ്ണൂരിനെ നടുക്കിയ 2ാമത്തെ കൂട്ട ആത്മഹത്യയാണിത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പയ്യന്നൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കുടുംബ തർക്കത്തെ തുടർന്ന് മക്കളെ വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് രാമന്തളിയിൽ കലാധരനും കുടുംബവും ആത്മഹത്യ ചെയ്തത്. ഇതോടെ കൂട്ടമരണങ്ങളുടെ നടുക്കത്തിലാണ് കണ്ണൂർ നിവാസികൾ. ന്യൂസ് 18 കണ്ണൂർ.